47 വർഷമായുള്ള നെഹ്റു ട്രോഫി ജലമേളയിലെ അനുഭവ സമ്പത്തുമായാണ് ഷാജി എന്ന ഒന്നാം പങ്കായക്കാരൻ മേൽപ്പാടം ചുണ്ടനിൽ ഏറി ജലപ്പോരിനായി ഈ കുറിയെത്തുന്നത്. 15 തവണ ഷാജി തുഴയെറിഞ്ഞ ടീം പുന്നമടയിൽ ഒന്നാമത് എത്തിയിട്ടുണ്ട്. ഭാരതത്തെ പ്രതിനിധീകരിച്ച് വിദേശത്തടക്കം മത്സരിച്ചിട്ടുള്ള ഷാജി സ്വർണ്ണ നേട്ടമടക്കം നേടിയിട്ടുണ്ട്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാലിന്റെ പ്രത്യേക റിപ്പോർട്ട് കാണാം. 1979 മുതൽ വള്ളംകളി രംഗത്തുള്ള പള്ളാത്തുരുത്തി സ്വദേശിയായ ഷാജി ഇപ്പോൾ അതിൽ ഒന്നാം പങ്കായവായിട്ടാണ് ഇത്തവണ ടീമിൽ ഉള്ളത്. ആദ്യ വർഷത്തെ മത്സരത്തിൽ തന്നെ വിജയിക്കാൻ കഴിഞ്ഞു. അന്ന് UBC കൈനകരിയെ വലിയ ദിവാൻജി ചുണ്ടനിൽ വിജയിച്ചുകൊണ്ടാണ് ഈ വള്ളംകളി ലോകത്തേക്ക് അദ്ദേഹം എത്തുന്നത്. ഇത്തവണ വലിയ വിജയപ്രതീക്ഷയോടെയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിനൊപ്പം എത്തുന്നത്. കഴിഞ്ഞ തുടർച്ചയായ 5 വിജയത്തിന് ശേഷമുണ്ടായ ഒരു പരാജയം, അതിന് പകരം വീട്ടുക, വീണ്ടും വെള്ളിക്കപ്പിൽ മുത്തമിടുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്ന ഷാജിക്ക് ഈ പങ്കായത്തിൻ്റെ ഒരു പ്രസക്തി, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വള്ളംകളി രംഗത്തെ ഒരു അനുഭവം, ആ കാര്യങ്ങളൊന്ന് ചോദിക്കാം. ചേട്ടനിപ്പോൾ ഈ ഒന്നാം പങ്കായമായിട്ട് എത്തുമ്പം അതൊരു സ്റ്റിയറിംഗ് പോലെ ഒരു വള്ളത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത് എത്രത്തോളം നിർണായകമാണ്? വളരെ നിർണായകമായ ഒരു ഇതാണ്. വെച്ചാൽ നമ്മൾ ഈ 5 വള്ളങ്ങൾ 4 വള്ളം ഒരേ ഇതിൽ കളിച്ച് വരുമ്പോഴത്തേക്ക് ആ ട്രാക്കിനുള്ളിൽ ഇതും കൃത്യമായിട്ട് 4നെയും പോകുന്ന കൂട്ടത്തിലും നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ ട്രാക്കിൽ കൃത്യമായിട്ട് കളിച്ച് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 5 പേരും കൃത്യമായിട്ട് ഞങ്ങൾ 5 പേരുടെ ആ ഒരു കൂട്ടായ്മ കൊണ്ട് പരസ്പരം പറഞ്ഞ്, ഇപ്പോൾ എനിക്കായിരിക്കും കൂടുതലായിട്ട് കാണാൻ പറ്റുന്നത് ഫിനിഷിംഗ് പോയിൻറ്റും നമ്മുടെ ട്രാക്കിൻ്റെ വീതിയൊക്കെ ആയിട്ട്. ഇപ്പോൾ നമ്മൾ കൃത്യം ഒരേ വർക്കൗട്ട് ചെയ്യുമ്പോഴും നമ്മൾ കൃത്യമായിട്ട് ഫിനിഷിംഗ് പോയിൻ്റ് ലക്ഷ്യം കണ്ടിട്ട് ഇത് പറഞ്ഞ് ആണ് ഞങ്ങളുടെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വള്ളത്തെ പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന ഈ പങ്കായക്കാരാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ എത്ര വർഷമായിട്ട് ഈ രംഗത്തുണ്ട്, അതിലെ ഒരു അനുഭവം? ഇപ്പം വള്ളംകളി ഞാൻ പറഞ്ഞതിൽ പിന്നെ 79-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ തൊട്ട് ഇങ്ങോട്ട് തുഴച്ചിൽക്കാരനായിട്ട് ആദ്യം വരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പങ്കായത്തിൽ, അതായത് പങ്കായത്തിൽ ഫസ്റ്റിലേക്ക് കയറുമ്പോഴത്തേക്ക് തന്നെ ഒരു ഹാട്രിക്ക് ആയിട്ടാണ്. അത് 3 വർഷം അടുപ്പിച്ച് ചമ്പക്കുളം വള്ളത്തിൽ ജയിക്കാനും, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിൻ്റെ 88-ലും പിന്നെ പല ക്ലബ്ബുകളിൽ, അതായത് പിന്നെ വില്ലേജ് ബോട്ട് ക്ലബ്ബ്, UBC ബോട്ട് ക്ലബ്ബ്, കുമരകം വേമ്പനാട് ബോട്ട് ക്ലബ്ബ്, പിന്നെ കൈനേരി ഫ്രീഡം ബോട്ട് ക്ലബ്ബ്, ആലപ്പി ടൗൺ ബോട്ട് ക്ലബ്ബ്, പള്ളാത്തുരുത്തി, ഇങ്ങനെ പല ക്ലബ്ബുകളിലായിട്ട് മാറി ഒരു 15 തവണ നെഹ്റു ട്രോഫി ഞാൻ തന്നെ മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര എൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു അഹങ്കാരമായി പോകും. ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ്, എല്ലാവരും ഒറ്റ കെട്ടായിട്ട് നിൽക്കുന്നത് കൊണ്ട്. അപ്പോൾ എനിക്ക് അത് സന്തോഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഒരു തുഴച്ചിൽ മേഖലയിലേക്ക് നമ്മൾ എത്തിപ്പെടാനുള്ള ഒരു കാരണം ആരാണ്? നമ്മുടെ വീട്ടിൽ തന്നെ മറ്റാരെങ്കിലും ഒക്കെ ഈ തുഴച്ചിൽ രംഗത്ത് തന്നെ ഉണ്ടായിരുന്നു? ഞാൻ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന എൻ്റെ വല്യച്ഛൻ, അതായത് UBCയുടെ പങ്കായക്കാരൻ MP തങ്കപ്പൻ എന്ന് പറയും. പുള്ളിയാണ് UBCയുടെ ഏറ്റവും വലിയ പങ്കായക്കാരനായിട്ട് അന്ന്, ഇപ്പോഴും ആ ഒരു പേരിലാണ് നിൽക്കുന്നത്. പുള്ളിക്കാരനാണ്.